ഏതായാലും ലോകത്ത് ഒരു രാജ്യത്ത് ഒരു പ്രസിഡൻറ്റും അധികാരം ഏറ്റെടുക്കുന്ന ദിവസം തന്നെ ഇത്രയേറെ കാര്യങ്ങൾ പടാന്ന് ചെയ്യത്തില്ല. അങ്ങനെയാണ് അദ്ദേഹം അങ്ങ് കാര്യങ്ങൾ പലതും ചെയ്തത്. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ അമേരിക്ക സാധാരണഗതിയിലുള്ളതിലേക്കാൾ മാറ്റിമറിക്കുന്ന ഒരവസ്ഥയിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ അമേരിക്കയുടെ മേൽക്കോയ്മ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കരുത്ത്, ഇതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന ഒരു വാശിയോടുകൂടിയാണ് അത് പലപ്പോഴും കുറഞ്ഞിരിക്കുന്നു, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് അദ്ദേഹം പലതും നടപ്പാക്കുമെന്ന് ആരും ധരിച്ചിരുന്നില്ല, എന്നപോലെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്ര വേഗത്തിലാണ് അദ്ദേഹം ഇവിടെ ഒരർത്ഥത്തിൽ ഈ നമ്മുടെ ഈ നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹത്തിന് വളരെ നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഹൗഡി മോഡി എന്ന് പറയുന്ന അതിലൊക്കെ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിരുന്നല്ലോ. ഈ ട്രംപ് നേരിട്ട് പങ്കെടുത്തിരുന്നു ആ മോഡിക്ക്. അത് കഴിഞ്ഞ് കൽക്കട്ടയിലല്ലേ അദ്ദേഹം വീണ്ടും ഇവിടെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ മോഡിയുമായിട്ട് വളരെ നല്ല ബന്ധമാണ് പുലർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നമ്മുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യാപാരങ്ങളിൽ ഇതിലൊന്നും ഒരു വലിയ ഇതുണ്ടാകുമെന്ന് ഒരു കുറവുണ്ടാകുമെന്ന് നമ്മൾ കരുതേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് തന്നെയല്ല, അടുത്ത മാസം തന്നെ ട്രംപും നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നു. പക്ഷേ ഈ നമ്മളെ ചില തീരുമാനങ്ങൾ ഭാരതീയരെയും ആശങ്കാജനപ്പെടുത്തുന്നതാണ് തീർച്ചയായിട്ടും. കാരണം അത് ഏറ്റവും പ്രധാനമായിട്ട് ഈ പൗരത്വത്തെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്.